ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ഫോൺ തുറക്കുമ്പോഴത്തേക്ക് പരസ്യം, എന്ത് തുറന്നാലും പരസ്യം കൊണ്ട് കളി. വെറുതെ ഡിസ്പ്ലേയിൽ ഫുൾ ഡിസ്പ്ലേ പരസ്യം ഇങ്ങനെ വന്ന് നിൽക്കുക. ഫോണിന്റെ ഏത് ഭാഗം തുറന്നു നോക്കിയാലും അവിടെ പരസ്യം ഉണ്ടാവും. എങ്ങനെ ഈ പരസ്യം വരുന്നത്? ഈ പരസ്യം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതാ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. 2-3 മെത്തേഡുകൾ പറയുന്നുണ്ട്, എല്ലാം ഒന്ന് ചെയ്തു നോക്കുക. ഈ പരസ്യം എങ്ങനെ ഫോണിൽ വരുന്നത്? ഒന്നാമത്തെ കാരണം, നമ്മൾ ബ്രൗസ് ചെയ്യുന്നേരം, നമ്മളൊരു വെബ്സൈറ്റിലേക്ക് പോകുന്നേരം, നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലേക്ക് പുതുതായിട്ട് പോകുന്നേരം അതിൽ നിന്ന് നമ്മളോട് ചോദിക്കുന്ന പെർമിഷനിൽ കൂടെ അവർ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അവരെ പരസ്യങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് തരും. അതും വൾഗറായിട്ടുള്ള പരസ്യങ്ങൾ ഉണ്ടാകുക, ഫുൾ ഡിസ്പ്ലേ പരസ്യങ്ങൾ, ഇതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ പെർമിഷനിൽ കൂടെയാണ് നമ്മളെ ഫോണിലേക്ക് അവർ തരുന്നത്. രണ്ടാമത്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷനിലൊന്നും പരസ്യം ഉണ്ടാകില്ല. എന്നാൽ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ച ഫോണിലുള്ള ആപ്ലിക്കേഷനും നമുക്ക് പരസ്യം വരും. അതങ്ങനെ ക്യാൻസൽ ചെയ്യാം. മൂന്നാമത്, ചില കമ്പനി ഫോണുകൾ, ഈ റെഡ്മിൻ്റെ ഒക്കെ ചില മോഡൽ ഫോണുകളിൽ കമ്പനി തന്നെ തരുന്ന പരസ്യങ്ങളുണ്ട്. അതും ഫുൾ ഡിസ്പ്ലേ പരസ്യമായിട്ട് വരും. അത് വേറൊരു പ്രശ്നം. ഇത് നമുക്ക് കുറച്ച് നിയന്ത്രിക്കാൻ എന്ത് വഴിയുണ്ട്? ഒന്നാമത്, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ, ഇപ്പോൾ ക്രോം ബ്രൗസർ ഞാൻ ഉപയോഗിക്കുന്ന ക്രോം ബ്രൗസറാണ്. ക്രോം ബ്രൗസർ തുറന്നിട്ട് അതിന്റെ സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോവുക. സെറ്റിംഗ്സ് ഭാഗത്തേക്ക് പോയിട്ട് ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കാണാം. ഈ സൈറ്റ് സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ, സൈറ്റുകളെ നോട്ടിഫിക്കേഷൻ ഓഫാക്കുക. ബ്രൗസറിന്റെ മൊത്തം നോട്ടിഫിക്കേഷൻ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ ബ്രൗസറിൽ നിന്നുള്ള പല പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമുക്ക് വരാണ്ടാവും. അതുകൊണ്ട് സൈറ്റ് സെറ്റിംഗ്സ് പോയിട്ട് സൈറ്റിലെ നോട്ടിഫിക്കേഷൻ, ഈ നോട്ടിഫിക്കേഷനിൽ ഓൺ ചെയ്യുക. ഇതിവിടെ ഓഫാക്കിയിട്ടേക്കുക. അതുകൂടാണ്ട് നമ്മൾ ഏതെങ്കിലും സൈറ്റിന്, ഏതെങ്കിലും വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അതും അവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യാം. തിരിഞ്ഞിക്കാം. അപ്പോൾ ബ്രൗസറിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ, ഓരോ വെബ്സൈറ്റിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് നോട്ടിഫിക്കേഷനും പരസ്യവും വരികയില്ല. പിന്നെ നിങ്ങളെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഫുൾ ഡിസ്പ്ലേ പരസ്യം കാണുന്നുണ്ടെങ്കിൽ ആ പരസ്യമുള്ള അതേ സമയത്ത് ഈ റീസെൻറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം ഏത് ആപ്ലിക്കേഷനാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ബ്രൗസറിനാണ് വരുന്നതെന്ന് ഇവിടെ കാണിക്കും. അതിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്ത് അതിൻ്റെ ഇൻഫോയിലേക്ക് പോയിട്ട് അതിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്യുക. എല്ലാ പെർമിഷനുകളും ഓഫാക്കിയിട്ടേക്കുക. പിന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ അൺഇൻസ്റ്റാൾ ചെയ്യുക. ആവശ്യമുള്ള സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ഇപ്പം നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാതെ, നെറ്റിൻ്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. ആവശ്യമില്ലാത്തവരോ ഒഴിവാക്കി കളയുക. പിന്നെ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല എന്നാൽ നമ്മളെ ഫോണിൽ അത് വേണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ക്യാൻസൽ ചെയ്യുക. അതായത് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്തും അത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആ സംഭവം അങ്ങ് ഒഴിവായി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പരസ്യവും വരികയില്ല, നോട്ടിഫിക്കേഷൻ പരസ്യമൊന്നും വരികയില്ല. അതിന് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെ ആപ്പ് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ആക്സസ് എന്നുള്ളിടത്തുനിന്ന് അത് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് കാണിച്ചില്ല, വാട്സപ്പിൻ്റെ ആപ്പ് ഇൻഫോയിലേക്ക് പോകാൻ. ആപ്പ് ഇൻഫോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഡാറ്റ യൂസേജ്, മൊബൈൽ ഡാറ്റ യൂസേജ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് വെക്കാം, ഓഫാക്കി വെക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ഡാറ്റ ഉപയോഗിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഓരോ ആപ്ലിക്കേഷനും ഇങ്ങനെ എടുത്ത് ഡാറ്റ ഓഫാക്കുക, ഓണാക്കുക, അത് പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതിന് മൊത്തത്തിലായിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓഫാക്കാനും ഓണാക്കാനും എളുപ്പം കഴിയുന്ന ഒരു സംഭവമുണ്ട്. അതിന് ചെറിയ നെറ്റ് കാർഡ് എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഇൻ്റർനെറ്റ്, വൈഫൈ ആയാലും മൊബൈൽ ഡാറ്റ ആയാലും ഓഫാക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ ചെയ്യുക അതും ഒന്ന് കാണിച്ചു തരാം. ഈ നെറ്റ് കാർഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് നോക്കുക. ഈ നെറ്റ് കാർഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ തീർത്ത് ഇവിടെ കാണിക്കും. ഇവിടെ വൈഫൈൻ്റെയും മൊബൈൽ ഡാറ്റൻ്റെ ചിഹ്നം ഉണ്ടാവും. മേലെ ഒരു ബട്ടൺ ഉണ്ടാവും, ഇത് ഓഫിലുണ്ടാകുക. ഒന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കിയതിന് ശേഷം നമ്മൾ ഏത് നെറ്റ്വർക്കാണോ ഉപയോഗിക്കുന്നത്, മൊബൈൽ ഡാറ്റ ഉണ്ടെങ്കിൽ ഈ മൊബൈൽ ഡാറ്റൻ്റെ ചിഹ്നത്തിലൊന്ന് ഞെക്കി വയ്ക്കുക. വൈഫൈ ഉണ്ടെങ്കിൽ ഈ വൈഫൈൻ്റെ ചിഹ്നത്തിലൊന്ന് ഞെക്കി വയ്ക്കുക. നമ്മൾ ഏത് ആപ്ലിക്കേഷനിലാണോ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നത് ആ ആപ്ലിക്കേഷനിലേക്ക് പിന്നെ ഇൻ്റർനെറ്റ് പോവുകയില്ല, അതിൽ നിന്നുള്ളൊരു ശല്യം ഉണ്ടാകുകയില്ല. പിന്നെ അത്യാവശ്യ സമയത്ത് വാട്സപ്പിലൊക്കെ മെസ്സേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പിലേക്കുള്ള ഇൻ്റർനെറ്റ് കട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കട്ടോ. അതുപോലെ ഏത് ആപ്ലിക്കേഷനിലും ഇൻ്റർനെറ്റ് കട്ട് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ 3 കുത്തുണ്ട്. അതിലൊരു കുത്ത് കൊടുത്താൽ ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ വരും. ഈ സെറ്റിംഗ്സിൽ ഡിഫാൾട്ട് എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ബ്ലോക്ക് വൈഫൈ എന്നുള്ള ഓണാക്കിയിടുക, ബ്ലോക്ക് മോഡ് എന്നുള്ള ഇതും ഓണാക്കിയിടുക. ഇത് രണ്ടും ചെയ്താലാണ് നമ്മളെ ഫോണിലുള്ള ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് കട്ടാവും. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പരസ്യം വരുന്നത് നിയന്ത്രിക്കാനാവും. ഡിസ്പ്ലേയിലുള്ള ഫുൾ ഡിസ്പ്ലേ പരസ്യവും അങ്ങനെ പോപ്പപ്പ് ആയിട്ടുള്ള പരസ്യമൊക്കെ നമുക്ക് നിയന്ത്രിക്കാനാവും. മുഴുവനായിട്ടും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഫോണിൽ വർക്ക് ചെയ്യുന്ന സകല സംഭവം നിലനിൽക്കുന്ന ഈ പരസ്യ വരുമാനത്തിൽ കൂടിയാണ്. അപ്പം കുറച്ചൊക്കെ നമ്മൾ സഹിക്കുക തന്നെ വേണം.
സംഭവം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.